30 കോടി രൂപയുടെ കള്ളനോട്ടുമായി യുവാവ് പിടിയിൽ. 1.5 കോടി രൂപയോളം പോലീസ് എണ്ണി തിട്ടപ്പെടുത്തിയതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 30 കോടി രൂപയോളം കള്ളനോട്ടുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബേക്കലം മൗവൽ പരപ്പങ്ങാനം സ്വദേശി സുലൈമാനാണ് പിടിയിലായിരിക്കുന്നത്. നമസ്കാരം. കാസർഗോഡിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് അമ്പലത്തറ പാറപ്പള്ളിയിൽ നിന്നും 30 കോടി രൂപയുടെ കള്ളനോട്ടുമായി യുവാവ് പിടിയിൽ. ബേക്കലം മൗവൽ പരപ്പങ്ങാനം സ്വദേശി സുലൈമാനാണ് പിടിയിലായിരിക്കുന്നത്. പാറപ്പള്ളിയിലെ ഒരു വാടക വീട് കേന്ദ്രീകരിച്ചാണ് കള്ളനോട്ട് സൂക്ഷിച്ചിരുന്നത്. ഇവിടെ നിന്ന് തന്നെയായിരുന്നു സുലൈമാൻ വിതരണം നടത്തിയിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വ്യക്തി, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ വ്യക്തി നോട്ടുകൾ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ എത്തിയവരാണ്. എത്തിയ സമയത്താണ് പോലീസ് അവിടെ എത്തുകയും ഇവരെയൊക്കെ പിടികൂടുകയും ചെയ്തത്. നിലവിൽ 1.5 കോടി രൂപയോളം പോലീസ് എണ്ണി തിട്ടപ്പെടുത്തിയതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 30 കോടി രൂപയോളം കള്ളനോട്ടുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടേണ്ടതുണ്ട്. ആരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ പോലീസാണ് ഇനിയിപ്പോൾ പറയേണ്ടത്. സപ്ലൈ ചെയ്യാൻ പറയും, ഫുള്ള് ക്ലിയർ ആയിട്ട് നോക്കാൻ പറയും. പിന്നെ പയ്യെ ലാസ്റ്റ് നമുക്ക് കാണിച്ചിട്ടില്ല എന്ന് പറയണ്ട. ഇപ്പോൾ കൃത്യമായി കള്ളനോട്ടുകൾ എത്ര ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും 30 കോടിയോളം രൂപയുണ്ടെന്നാണ് പ്രതി തന്നെ പോലീസിനോട് പറയുന്നത്. പക്ഷേ ജനങ്ങളിലേക്ക് ഇത് കൃത്യമായി ഞങ്ങൾക്ക് പറയണമെങ്കിൽ ഇത് എണ്ണ തിട്ടപ്പെടുത്തിയതിനു ശേഷം പോലീസ് പറയുന്ന സംഖ്യ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി അറിയേണ്ടത് എങ്ങനെയാണ്, ഏത് വഴിക്ക് വെച്ചാണ് സുലൈമാന് കള്ളനോട്ട് ലഭിച്ചിരിക്കുന്നത്, ഇത് എവിടെയൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ഭീകരമായ രീതിയിൽ കള്ളനോട്ട് കേരളത്തിൽ എത്തിയിട്ടുണ്ടോ, ഇതിൻ്റെ കണ്ണികൾ ആരൊക്കെയാണെന്നൊക്കെ കൃത്യമായി അറിയേണ്ടതുണ്ട്. എന്തായാലും പോലീസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റുമായി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.